ആഹാരത്തിൽ നമ്മൾ കൂടുതൽ ഇലക്കറികളും അതുപോലെ തന്നെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്ന, അതായത് ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയ വസ്തുക്കൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബീറ്റ കരോട്ടിൻ, അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ എയുടെ പ്രിക്കർസർ നമുക്ക് കൂടുതൽ എത്തുകയും അത് ഇത്തരത്തിലുള്ള അസുഖങ്ങളെ ഒരു പരിധിവരെ തടയുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പൊ സമീകൃതമായ ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. ആഹാരത്തിൽ കൂടുതലായിട്ട് അധികം എരിവോ അല്ലെങ്കിൽ പുളിയോ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും. ഇത്തരത്തിലുള്ള ആഹാരത്തിലുള്ള ഒരു ശ്രദ്ധയും നമുക്ക് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിന് സഹായകരമാണ്. അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ പല്ല് ബ്രഷ് ചെയ്യുക, പല്ല് അതുപോലെ തന്നെ ഡെന്റൽ ഫ്ലോസ് ഉപയോഗിക്കുക. എല്ലാ വർഷവും വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ പല്ല് ക്ലീൻ ചെയ്യണം. കാരണം പല്ലിന്റെ ഇടയിൽ അഴുക്ക് കട്ട പിടിച്ചുണ്ടാകുന്ന അഴുക്ക്, ഇതിനെ ടാർട്ടാർ അല്ലെങ്കിൽ ഇത്തിൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ അഴുക്ക് ഇങ്ങനെ കട്ട പിടിച്ച് ഉണ്ടാകുന്നത് മോണ കീഴോട്ട് പോവുകയും അത് പല്ലിന് അനക്കം തുടങ്ങുന്നതിനും ഒക്കെ കാരണമാവും. പല്ലിൽ പോട് വന്ന് പല്ല് പൊടിയുന്നത് പല്ലിന്റെ അറ്റം ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ കുറ്റിപ്പല്ലായിട്ടോ അല്ലെങ്കിൽ അറ്റം കൂർത്ത രീതിയിലോ ഒക്കെ പല്ലുകൾ ഇരിക്കുന്നതിന് ഇടയാക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കൂർത്ത അറ്റം, പല്ലിന്റെ കൂർത്ത അറ്റം തട്ടി കവിളോ നാക്കോ ഒക്കെ മുറിയുന്നതും, സ്ഥിരമായി മുറിയുന്നത്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചുണ്ടും നാക്കും ഒക്കെ മുറിയാറുണ്ട്. അതല്ല, സ്ഥിരമായി ഒരേ സ്ഥലം തന്നെ ഇങ്ങനെ മുറിഞ്ഞ് ഉള്ളൊരു വ്രണം വരുന്നതും അത് കാലക്രമേണ ക്യാൻസറായി മാറുന്നതിന് സാധ്യതയുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ശരിയായ ദന്ത സംരക്ഷണം വളരെ വളരെ അത്യാവശ്യമാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദന്ത ഡോക്ടറെ കണ്ട് നമ്മൾ പരിശോധന നടത്തണം. പലപ്പോഴും പോടിന്റെ ആരംഭം തുടക്കത്തിൽ നമുക്ക് അറിയാൻ കഴിയില്ല. അത് ഒരു ദന്ത സർജന്റെ ഉപകരണം കൊണ്ട് പരിശോധിച്ചാൽ മാത്രമേ, നമുക്ക് പ്രോബ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പല പോടുകളും തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വർഷത്തിലൊരിക്കലുള്ള ഒരു ദന്തൽ ചെക്കപ്പ് വളരെ അത്യാവശ്യമാണ്.